ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് ഡേ 2 ആണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ വീട് മാറിയിട്ടാ. വീട് മാറിയെന്ന് പറഞ്ഞാല് ഇവിടെ കുറെ കോട്ടേജ് ഉണ്ട്. അപ്പൊ ഇന്ന് അവിടെ ആള് വരും. അപ്പൊ നമ്മള് വേറെ കോട്ടേജിലേക്ക് മാറി. നല്ല തണുപ്പാണ്. ഇത് ഞാൻ ഓൾറെഡി മുന്നേ നമ്മളെ ഉണ്ണിയുടെ തലമുട്ടടിക്കാൻ വന്നില്ലേ, ആ ഒരു നിക്കാം. കൊറേ റൂമുണ്ട് നീ ഇതിനുള്ളിൽ. അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി സാമ്പാർ, അല്ല പ്ലേറ്റ്, പിന്നെ ദോശ, പിന്നെന്താ സാമ്പാർ, അതുപോലെ ചിക്കൻ കറിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് കഴിക്കാം. അപ്പോൾ അമ്മും പാറും കഴിക്കണോ? പാറ് കഴിക്കണമെങ്കിൽ ദോശ സാമ്പാറാണ് കഴിക്കണേ അല്ലേ? എന്താ കഴിക്കണേ? പാവും സാമ്പാറും ദോശ പയ്യൂ. ആ ദോശ കുറേശ്ശെ കഴിക്കൂ. കുറേ കഴിഞ്ഞിട്ട് വായലത്ത് കഴിഞ്ഞിട്ട് കേട്ടാ. അമ്മ കഴിക്കൂ കേട്ടാ. ഇനി ചേച്ചി ഇതേ സാമ്പാറും ദോശയും, ഞാൻ ഇതേ ദോശ എടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ കറി ഉണ്ട്, സാമ്പാർ, പിന്നെ ഇത് ചട്നി കേട്ടാ. പിന്നെ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇന്നൊരു പഴം കഴിച്ചു. അപ്പോൾ കഴിക്കട്ടെ. റോബസ്റ്റ. അപ്പോൾ നമ്മളിതേ സെറ്റായി ഇറങ്ങാണ്. അപ്പോൾ പിള്ളേർ രണ്ടാളും വണ്ടിയിൽ കയറി. അപ്പോൾ ഇന്ന് ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രത്തോളം കാണാൻ പറ്റുമെന്നൊന്നും അറിയില്ല. ചിലപ്പോൾ വണ്ടിയിൽ തന്നെ ഇരിക്കേണ്ടി വരും. ഭയങ്കര വെയിൽ, ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ഞങ്ങൾ നേരെ ഇനി 1-2 സ്ഥലങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുണ്ട് ഇവിടെ. അപ്പോൾ അതൊക്കെ കാണാം. പിന്നെ തിരക്കിനനുസരിച്ചായിരിക്കും തിരിച്ചു വരാനൊക്കെ. പിന്നെ പാർക്കുണ്ട് ഇവിടെ. അപ്പോൾ അവിടെ കയറി പാർക്കുട്ടനെ കുറേ നേരം കളിപ്പിക്കാൻ വിടാം. ഹലോ. അപ്പോൾ നമുക്ക് നേരെ ഇറങ്ങാം കേട്ടോ. ഭയങ്കര തണുപ്പായിട്ടേ രക്ഷയില്ല. അപ്പോൾ പാർക്കുട്ടനെ നടക്കാൻ ഇഷ്ടമായതുകൊണ്ട് നമ്മൾ ആദ്യം കോക്കേഴ്സ് വാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഏരിയയില്ലേ, ആ ഒരു സ്ഥലം, അവിടേക്കാണ് പോയി കേട്ടോ. അപ്പോൾ അവിടെ കുറേ കാണാനൊക്കെ ഉണ്ട്. പിന്നെ ഫുള്ള് മഞ്ഞാണ്. അടിപൊളി സീനായിരുന്നു കേട്ടോ. ഫുള്ള് പോകെ നമുക്കൊന്നും കാണില്ല. നോക്കിക്കോ, ആ കൂടെ നോക്കിക്കോ. ഇത് കൂടെ ഈ കൂടെ എല്ലാവിടെയും ഫുള്ള് ഫോഗാട്ടോ. നമുക്കിങ്ങനെ കാണാൻ പറ്റാത്ത, ഫ്രണ്ടിലത്തെ ചെറിയ വ്യൂ വരെ കാണാൻ പറ്റാത്ത പോലത്തെ ഒരു ഫോഗായിരുന്നു കേട്ടോ. പക്ഷെ രസമായിരുന്നു, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സീസണിൽ നിങ്ങളൊന്ന് പോയി നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഒക്കെ ഉള്ളവരാണെങ്കിൽ. അടിപൊളി തണുപ്പും ഫോഗൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കോക്കേഴ്സ് വാക്ക് കണ്ടിട്ട് നടക്കാം കേട്ടോ. അപ്പോൾ കോക്കേഴ്സ് വാക്കിൻ്റെ ഞങ്ങളുടെ ഫ്രണ്ടിലുള്ള വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഒന്നും കാണില്ല, വണ്ടി വരെ ഒന്നും കാണില്ല. കാണിച്ചു തരാം. കണ്ട, ഇത് ക്യാമറയിൽ കുറച്ചും കൂടി ക്ലിയർ ആണ്. പക്ഷെ ശരിക്കുള്ള വ്യൂ പുക മാത്രമേ ഉള്ളൂ. വണ്ടിയൊക്കെ അടുത്ത് വരുമ്പോഴാണ് അറിയണത്. ഞങ്ങൾ കാറിൻ്റെ അവിടേക്ക് നടക്കാട്ടോ. നെക്സ്റ്റ് നമ്മൾ പോകാൻ വിചാരിച്ചത് ഗ്രീൻ വാലി ആട്ടോ. പക്ഷെ അവിടെ എത്തിയത് പോലെ അറിഞ്ഞില്ല, അത്രയ്ക്ക് മഞ്ഞാണ്. അങ്ങനെ ചേട്ടൻ ഒരു സ്ഥലത്തിപ്പോൾ ഇറങ്ങി അവിടെയൊക്കെ പോയി നോക്കിയപ്പോഴാണ് ഗ്രീൻ വാലി കണ്ടുപിടിച്ചത്. അത്രയും മഞ്ഞും, ആളുകളാണെങ്കിൽ ഒന്നും കാണില്ല. 2 മണിയായി. ഭയങ്കര മഞ്ഞാണ്, മഞ്ഞും തണുപ്പും ഉണ്ട്. ഒന്നും കാണാൻ പറ്റുന്നില്ല വഴിയിൽ. പാറുതി അച്ഛൻ ഇവിടെ ഈ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക സ്ഥലം. അപ്പം അതിന് വേണ്ടി പോയേക്കാണ്. ഭയങ്കര തണുപ്പാ, ഒപ്പം തന്നെ മഞ്ഞ്. നമുക്ക് വഴിയൊന്നും കാണില്ല. അമ്മ മുകളിൽ കയറി ഇരുന്നിട്ട് വഴി പറഞ്ഞു കൊടുക്കാറുണ്ട് അച്ഛന്. കാണാണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വഴി ആ സാധനം വടി പൊന്നിച്ചാണ്. അവിടെ നിന്ന് വഴി വല്ലതും കാണണ്ട, ഒന്നും കാണാനില്ല. ആൾക്കാരൊക്കെ ഇങ്ങനെ എന്താ വേണ്ടതെന്ന് ആലോചിച്ച് നിൽക്കുക. അത്രയും മഞ്ഞാണ്. നമ്മുടെ മുന്നിലൊന്നും കാണാൻ പറ്റില്ല, നമ്മുടെ പിന്നിലൊന്നും കാണാൻ പറ്റില്ല. എന്താ അത്രയും ഫോഗുണ്ട്. പിന്നെ എടുത്ത് പറയണ്ടല്ലോ, ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് ഗുണ കേവ് കാണാൻ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ കേവിലേക്ക് കയറിയില്ല, കാരണം അവിടെ നമ്മളെപ്പോഴും പോകണതല്ല. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നമ്മുടെ ടൊമാറ്റോ റൈസ്, നമ്മുടെ കേർഡ് റൈസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ടൊമാറ്റോ റൈസ് മേടിച്ച് ഭക്ഷണം കഴിച്ചില്ല. അപ്പോൾ ഞാനൊരു ഒരൊറ്റ ബ്രെഡിൻ്റെ ഓംലെറ്റ് വാങ്ങിച്ചു, കാരണം ഉണ്ണിക്കത് എരിവില്ലാതെ കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഗുണ കേവിലാണെങ്കിൽ ഭയങ്കര തിരക്കാണ്, മഞ്ഞും അതിന് അക്രമം. അങ്ങനെ അപ്പോൾ നമ്മുടെ ലെമൺ റൈസ് അല്ല ടൊമാറ്റോ റൈസ് ആട്ടോ ചേട്ടൻ കഴിക്കണേ. പിന്നെ അമ്മ ഒരു നൂഡിൽസും കൂടി മേടിച്ചു. അങ്ങനെ നമ്മൾ ഗുണ കേവിന് അവിടെ പോയി ജസ്റ്റ് കണ്ടു, ഉള്ളിൽ കയറാൻ പോയില്ല, അത്രയും തിരക്കുണ്ടായിരുന്നു.
അപ്പോൾ നമ്മൾ മുന്നേ വന്നപ്പോൾ പാറുവിനെ അങ്ങനെ കുതിരപ്പുറത്തൊന്നും കയറ്റാൻ പറ്റിയിരുന്ന ഒരു പ്രായമല്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ പാറുവിനെ കയറ്റാൻ പറ്റും. അങ്ങനെ പാറുതി ആദ്യമായിട്ട് കുതിരപ്പുറത്ത് കയറിയിട്ട് ഞാൻ കയറിയില്ല, എനിക്കങ്ങനെ അത്ര ഇഷ്ടമില്ല ഒന്ന് കയറാൻ, നമുക്ക് പേടിയുണ്ട്. അങ്ങനെ അമ്മും ചേട്ടനും പാറും കൂടി അങ്ങനെ കയറിയിട്ടോ. അവർക്കത് ഭയങ്കര ഇഷ്ടം. അമ്മുവിന് പിന്നെ പേടിയും തീരെ പേടിയില്ല, അവൾക്ക് എന്തിൻ്റെ മുകളിൽ വലിഞ്ഞു കയറുന്നൊരു ഇതാണ്. അപ്പോൾ അതിൽ പോയി ഞാനിവിടെ വന്നിട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഏറ്റവും കൂടുതൽ മലയാളികളാണ്, ഞാൻ കണ്ടിടത്തോളമൊക്കെ മലയാളികളായിരുന്നു കേട്ടോ കൂടുതൽ. പിന്നെ നമ്മുടെ ഫോളോവേഴ്സിനും കുറച്ച് പേരൊക്കെ കണ്ടു, അവർ ഇങ്ങോട്ട് വന്ന് സംസാരിക്കുകയൊക്കെ ഉണ്ടായി, ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ പാറുവിന് ഭയങ്കര ഇഷ്ടമായി, പുതിയൊരു എക്സ്പീരിയൻസ് അല്ലേ കുതിരപ്പുറത്ത് ഇങ്ങനെ പോകുന്നത്, ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി പോകണമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഞങ്ങൾ ഇനി പിന്നെ പോയിട്ട് നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് ഞങ്ങൾ ഇറക്കിയത്. അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ എടുത്ത് ലേക്കൊക്കെ ഫുള്ള് വട്ടം കറങ്ങി കണ്ടു കേട്ടോ. അതിന് ശേഷം നമ്മൾ അവിടെ ഒരു പാർക്കുണ്ട്, ആ പാർക്കിൽ ഉണ്ണീനെ ഞങ്ങൾ മെയിനായിട്ട് അതായത് ഞങ്ങളുടെ ലക്ഷ്യം ഉണ്ണിക്ക് ഫ്രീ ആയിട്ട് എല്ലാവരും ഓടുന്നതാണ് കളിക്കാൻ. അപ്പോൾ ഈ ടൂൾസൊക്കെ ഇല്ലേ കളിക്കണതൊക്കെ, ഇതൊക്കെ കൊണ്ടുവന്ന് അവിടുത്തെ വേറെ ആളുകളാട്ടോ, കുറച്ച് തമിഴന്മാരാണ്, അതായത് അവിടെയുള്ള ഈ നാട്ടിലുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ പാറുവിനും അവർക്ക് ഭയങ്കര ഇഷ്ടമായി, അവരെല്ലാം പാറുവിന് കളിക്കാൻ കൊടുക്കും. 2 കുട്ടികളെ മെയിനായിട്ട്, പാറുവിന് പിന്നെ അങ്ങനെയൊന്നുമില്ല, ആരാണെങ്കിലും അവരുടെ കൂടെ പോയി കളിക്കും അങ്ങനെയാട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നു, കാരണം അവിടെയൊക്കെ നടന്ന് കുറച്ച് കാലുവേനി, പിന്നെ തണുപ്പായിട്ട് സ്വെറ്റർ ഇട്ടണമെന്നില്ല ഞാൻ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര തണുപ്പ് തോന്നി. അങ്ങനെ ഞാൻ പാറുതി അവിടെ പൊരിഞ്ഞ് കളിയാ. ഭയങ്കര തണുപ്പിൽ ഞങ്ങളിതേ ഇവിടെ എന്താ പറയുക പാർക്കിൽ ഇരിക്കാട്ടോ. ഞാനാണെങ്കിൽ സ്വെറ്റർ ഇട്ടിട്ടില്ല, അത് കാരണം ഫുള്ള് ഇങ്ങനെ കുളിർന്ന് കയറാ. അങ്ങനെ ദേ എന്താ പറയുക ഫുഡ് കാര്യമായിട്ടൊന്നും കഴിച്ചില്ല കേട്ടോ. ഞാനൊരു ബ്രെഡ് ഓംലെറ്റാണ് കഴിച്ചത്, ചേട്ടൻ ടൊമാറ്റോ റൈസും, അമ്മ ഒരു നൂഡിൽസും. അതിൻ്റെ ഇടയിൽ നമ്മളൊരു സാധനം മേടിച്ചു കേട്ടോ, ഗുൽഖണ്ഡ് എന്ന് അങ്ങനെ എന്തോ പറഞ്ഞിട്ട്, റോസാപ്പൂവിൻ്റെ ഒരു സ്വീറ്റാണിത്. റോസാപ്പൂവിന് ഉണ്ടാക്കുന്നത് കുറച്ച് നാച്ചുറലായിട്ട് ഹണിയൊക്കെ ചേർത്തുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ മേടിച്ചു കേട്ടോ. അതിനുശേഷം നമ്മുടെ പാറക്കുട്ടി കണ്ട അവിടുത്തെ ചേട്ടന്മാരെ കൂടെയാണ് കളിക്കുന്നത്. അവൾ വരുന്നുണ്ടായിരുന്നില്ല, എന്നിട്ട് ലാസ്റ്റ് ചേട്ടൻ അവിടെ നിന്ന് പൊക്കി കൊണ്ടുവന്നത്. അങ്ങനെ നമ്മൾ അത്യാവശ്യം ലേക്കിൻ്റെ അവിടെയൊക്കെ കണ്ട് ഫുൾ മലയാളികളാണ് വന്നിട്ടുള്ളത്. ഇവിടെയുള്ള ഏറ്റവും കൂടുതൽ മലയാളികളാണ് വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മളിത് തിരിച്ചു. അപ്പോൾ നമുക്ക് ചിക്കൻ മേടിക്കണം, നമ്മൾ ഇന്നലെ ഗ്രില്ല് ചെയ്ത പോലെ ഗ്രില്ല് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇന്നലെ ഉപ്പത്തിരി കുറഞ്ഞു, അമ്മുവാണ് അത് സെറ്റ് ചെയ്തത്. അപ്പൊ അമ്മ വിചാരിച്ചു ഞാൻ മസാല മിക്സ് ചെയ്തപ്പോഴേ ഞാൻ അതിൽ ഉപ്പിട്ടുണ്ടെന്ന് വെച്ചാള്, അപ്പൊ അതിന് ഉപ്പ് വേറെ ആയിരുന്നു വീട്ടില്. അപ്പാണ് 5 കളിയാണ് ബ്ലോഗ്. അപ്പോൾ നമ്മള് ഇന്നും നമ്മൾ ഇന്നലത്തെ മാതിരി ഗ്രില്ല് ചെയ്യാട്ടാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇന്നലെ ചെയ്തപ്പോൾ. വീട്ടിലൊക്കെ സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്, ഞങ്ങൾ എപ്പോഴും വിചാരിക്കും, പക്ഷെ നേരൊന്നും കിട്ടാറില്ല അങ്ങനെ ചെയ്യാൻ. അപ്പോൾ അതേ സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നാളെ നമ്മൾ രാവിലെ ഉറങ്ങിയിട്ട് അങ്ങനെ പോയിട്ടോ പാറക്കുട്ടി. അപ്പോൾ നമ്മുടെ പാറക്കുട്ടി എവിടെ ഇരിക്കുന്നുണ്ട്, പാത്ത വേണം പാത്ത. അപ്പോൾ പാറക്കുട്ടി ഇതേ ഇവിടെ ഇരുന്നിട്ട് ചിപ്പ് കഴിക്കുന്നുണ്ട്. നല്ല തണുപ്പാണ്, ഭയങ്കര തണുപ്പാ. ഇത് ഞങ്ങൾ ഇവിടെ ഇട്ടുണ്ട്. പിന്നെ അമ്മൂന് ഇന്നാ ഞങ്ങളെ എല്ലാവരും കൂടി ഒരുമിച്ച് കിടന്നിട്ട് ഭയങ്കര സ്ഥലക്കുറവായിരുന്നു. അങ്ങോട്ട് കിടന്ന് പാറൂര് കുറേ സ്ഥലം വേണം അങ്ങനെ കിടന്ന് കറങ്ങി ഇങ്ങനെ തിരിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നിപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് മാറിയപ്പോൾ ഇവിടെ 2 റൂം അടുത്തടുത്തുണ്ട്, അതായത് ഒരു ഡോറിന്റെ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 ഫാമിലിക്ക് നിൽക്കാം. അത്രയും വലിയ വീട്ടിൽ നമ്മൾ 3 ആള് നിൽക്കണം, 4 ആള് നിൽക്കണത്. അപ്പോ ഞങ്ങള് അപ്പോ അമ്മ ഇപ്പൊ ഈ റൂമില് തീ നെരിപ്പോട് കത്തിച്ചിട്ടുണ്ട്, നമ്മൾ ഉറങ്ങണ റൂമിൽ കത്തിച്ചിട്ടുണ്ട്, ഇവിടെ ഹാളിൽ കത്തിച്ചിട്ടുണ്ട്. അവര് വന്ന് കത്തിച്ചു തരും കേട്ടോ, വിറകൊക്കെ കൊണ്ടുവരും അങ്ങനെ. അപ്പോൾ ഇനി ഇന്നലെ നമ്മൾ 9 മണി കഴിഞ്ഞ് 9:10 എല്ലാവരും കിടന്നു. ഇന്നിപ്പോൾ 9 മണിയപ്പോൾ ഞങ്ങളിത് തുടങ്ങിയിട്ടുള്ളൂ. ഞങ്ങൾ നേരം വൈകിയില്ലേ നമുക്ക് അവിടെ പോയി വന്നപ്പോൾ. പിന്നെ തണുപ്പുണ്ടല്ലോ, അൺസൈക്കബിൾ തണുപ്പ് സഹിക്കാൻ വയ്യ, ഭയങ്കര തണുപ്പാ. മൂക്കൊക്കെ ചുവന്നു ചാരിയിട്ടിരിക്കുന്നു അങ്ങനെ. അപ്പം ഇനി ഫുഡ് അടിക്കണം, അതാണ്. പിന്നെ നമ്മുടെ ചപ്പാത്തി ചിക്കൻ കറി ഇന്നലത്തെ പോലെ തന്നെ ഇന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതവിടെ ഉണ്ട്. ഇവിടെ ഇന്നത്തെ 2 ദിവസത്തെ ട്രിപ്പ് കഴിഞ്ഞ് പിള്ളേരൊക്കെ സെറ്റാക്കിയതേ, എല്ലാവരും സെറ്റിലിരിക്കുകയാണ് കിടന്നിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ട്രിപ്പ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി നേരെ വീട്ടിലേക്കാണ്. ഇപ്പോൾ ഏകദേശം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി വൈകുന്നേരം ഒരു 6-7 മണി 8 മണിയൊക്കെ ആകുമ്പോഴേക്കും എത്തും വീട്ടിൽ അങ്ങനെ. അപ്പോൾ നമ്മുടെ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. തണുപ്പാ വിറച്ചിട്ട് ഭയങ്കര കുഞ്ഞായിട്ട് മഴയും പെയ്യുന്നുണ്ട്.
അപ്പൊ ബൈ ബൈ പറഞ്ഞേ, പാറു ബൈ പറഞ്ഞു. ബൈ.